ചൈന എന്നും കോൺസ്പിറൻസികൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു രാജ്യമാണ്. ആയുധക്കച്ചവടം മുതൽ ബയോവാർ വരെ ചൈനയെ പറ്റിയുള്ള കോൺസ്പിറൻസി തിയറികളാണ്. അതിൽ നമ്മൾ ഏറ്റവും കേട്ടതാണ് കോവിഡ് കാലഘട്ടത്തിൽ ചൈന ഇതൊരു ബയോവാറിൻ്റെ സ്റ്റാർട്ടിംഗ് ആണെന്ന് പറഞ്ഞ് ഒരുപാട് കോൺസ്പിറൻസികൾ ഉണ്ടായിരുന്നു. പക്ഷേ പുതിയതായിട്ടൊരു വൈറസ് ചൈനയിൽ നിന്നും വന്നിരിക്കുന്നു. ഇന്ത്യയെ അത് ബാധിക്കുമോ? HMV വൈറസ് അത് ഇന്ത്യയിൽ ബാംഗ്ലൂരിൽ 8 മാസം മാത്രം പ്രായമുള്ള ഒരു കുട്ടിയെ സ്ഥിരീകരിച്ചിരിക്കുന്നു. കുട്ടി വിദേശ രാജ്യത്ത് പോയിട്ടില്ല, ബാംഗ്ലൂർ ജനിച്ചു വളർന്ന കുട്ടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആരിൽ നിന്ന് കുട്ടിക്ക് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി ബയോവാറിന് വേണ്ടിയിട്ടാണ് COVID-19 പോലെയുള്ള ഇത്തരത്തിലുള്ള വൈറസുകൾ ചൈന ഡെവലപ്പ് ചെയ്തത് അല്ലെങ്കിൽ സൂക്ഷിച്ചു വെച്ചത് എങ്കിൽ അതിനവർ ഉപയോഗിച്ചിട്ടില്ല. അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി അവർ ഉപയോഗിച്ചില്ല. അബദ്ധവശാൽ ഇത് സ്പ്രെഡായി അത് ലോകരാജ്യങ്ങളെ മുഴുവൻ ലോക്ക്ഡൗണിലേക്ക് കൊണ്ടുപോയി എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ പുതിയ വൈറസ് വരുന്നു, HMV വരുന്നു, ചൈനയെ വല്ലാതെ ബാധിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ചൈന പക്ഷേ ഇതിന് ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ഇതുവരെ നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ആളുകളെ. കോവിഡ് കാലത്തും ചൈന ഇതുപോലുള്ള ഒരു രീതിയിലുള്ള ഡാറ്റകളും പുറത്തുവിടാത്ത ഒരു രാജ്യമാണ് ചൈന. നമുക്കറിയാം, ഫോൺ യൂസ് ചെയ്യുന്നതിന് റെസ്ട്രിക്ഷൻ ഉണ്ട്. എല്ലാ ആപ്ലിക്കേഷൻസുകളും അവിടെ റെസ്ട്രിക്റ്റഡ് ആണ്. ബാക്കി ഇവിടുന്ന് പോകുന്ന ഏജൻസികളാണ് ഇതുകൂട്ടുള്ള വാർത്തകൾ പുറത്തു വിടുന്നത്. പക്ഷെ നോക്കൂ, ചില വ്ളോഗർമാർ, അതായത് ചൈനയിൽ നിലവിലുള്ള മലയാളികളായ പല വ്ളോഗർമാരും പുറത്തുവിടുന്ന വിഷ്വൽസ് നമുക്ക് വിശ്വസിക്കാമെങ്കിൽ അവർ പറയുന്നത് ചൈനയിൽ അങ്ങനെ പേടിപ്പിക്കത്തക്ക രീതിയിലുള്ള ഒരു പ്രശ്നങ്ങളും ഇല്ല, അവിടെ എല്ലാം നല്ല രീതിയിലാണ് നടക്കുന്നത് എന്നാണ്. പക്ഷേ HMPV എന്ന് പറയുന്ന വൈറസ് അവിടെ വലിയ രീതിയിൽ ബാധിക്കപ്പെട്ടിരിക്കുന്നു. ആശുപത്രികളിലേക്ക് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളും പനി മുതലായ അസുഖങ്ങളുമായി ഒട്ടനവധി പേർ ആശുപത്രികളുടെ സഹായം തേടുന്നു, ആശുപത്രികളിലേക്ക് എത്തുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. ആ വിഷ്വൽസ് നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ അവൈലബിൾ ആണ്. ഇപ്പോൾ ഇന്ത്യയിൽ ഇത് സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുന്നു. നോക്കൂ, ഇതൊരു പുതിയ വൈറസ് അല്ല. 2001 ഡിറ്റക്ട് ചെയ്ത ഒരു വൈറസാണ് HMPV എന്ന് പറയുന്നത്. ഇത് സ്വാഭാവികമായിട്ടും വൈറസുകൾ അറ്റാക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം. ഇത് നമ്മുടെ ശ്വാസകോശത്തെ ബാധിക്കുകയും പിന്നീട് അത് ന്യൂമോണിയായി രൂപാന്തരം പ്രാപിക്കുകയും പിന്നീട് ഇത് മരണം വരെ സംഭവിച്ചേക്കാവുന്ന തരത്തിൽ മനുഷ്യനെ ബാധിക്കപ്പെടാവുന്ന ഒരു അസുഖമാണ്. പനി പോലെയുള്ള ഒരു അസുഖമാണ്. പക്ഷേ ഇത് 2000 ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പിന്നീട് വരുമ്പോൾ മ്യൂട്ടേഷൻ സംഭവിക്കുന്ന വൈറസുകൾക്ക് വരുന്ന രൂപഭേദ മാറ്റം അത് മനുഷ്യരാശിയെ തന്നെ നശിപ്പിക്കാൻ കഴിയുന്ന രീതിയിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അല്ല, ഉറപ്പായിട്ടുമാണ്. ഇപ്പൊ ചൈന ഈ കാര്യത്തിൽ ചെയ്യുന്നത് ലോകരാജ്യങ്ങൾ മുഴുവൻ ഇത്തരത്തിൽ വലിയ ഭയത്തിൽ തന്നെയാണ് ഉള്ളത്. ഇത് വലിയ ചർച്ചയാവുന്നുണ്ട്, ഓൺലൈനിൽ ചർച്ചയാവുന്നുണ്ട്. മലയാള മാധ്യമങ്ങളെയൊക്കെ അവിടുന്ന് മലയാളികളായ വ്ളോഗർമാർ ട്രോളുന്നുണ്ട്. 24-ന്റെ വാർത്തയും ഏഷ്യാനെറ്റിന്റെ വാർത്തയും മാതൃഭൂമിയുടെ വാർത്തയും കണ്ടിട്ടാണ് ചൈന ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് എന്ന് അറിയുന്നത് എന്നൊക്കെ തരത്തിൽ അവർ അതിനെ പറയുന്നുണ്ട്. പക്ഷേ ഇത് തുടക്കം മുതലേ ഇതിന് കൃത്യമായി ഒരു അപ്ഡേഷൻസ് ചൈന പുറത്തുവിട്ടാൽ, ചൈനയിലാണ് ഇത് ആദ്യം സ്ഥിരീകരിച്ചതെങ്കിൽ, ആദ്യം ബാധിക്കപ്പെട്ടതെങ്കിൽ, ചൈന ഈ കാര്യത്തിലൊരു കൃത്യമായ അപ്ഡേഷൻ എല്ലാ രാജ്യങ്ങൾക്കും കൂടുതൽ മുൻകരുതലുകൾ എടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. എന്തൊക്കെയാണ് അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, എന്തൊക്കെയാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ. മാത്രമല്ല, ഇപ്പോൾ ഇന്ത്യ എന്നല്ല, ലോകരാജ്യങ്ങൾ മുഴുവൻ ഇപ്പോൾ COVID-19 കൊണ്ടുവന്ന ഒരു വലിയ അറ്റാക്ക്, ആ കെട്ടകാലം നമ്മുടെ മനസ്സിൽ ഓർമ്മയിലുള്ളത് കൊണ്ട് തന്നെ നമ്മൾ പ്രിക്കോഷൻസ് എടുക്കും. നമ്മളിതിനെ അന്ന് നമ്മൾ പകച്ചു നിന്നതാണ് എന്ത് ചെയ്യണം, എങ്ങനെ ജീവിക്കണമെന്ന്. അന്ന് നമ്മൾ പകച്ചു നിന്നു, രാജ്യം പകച്ചു നിന്നു, സർക്കാർ സംവിധാനങ്ങൾ പകച്ചു നിന്നു, നിയമ സംവിധാനങ്ങൾ പകച്ചു നിന്നു. പക്ഷെ പിന്നീട് ആ ഒരു പകപ്പിൽ നിന്ന് നമ്മൾ എഴുന്നേറ്റ് വന്നൊരു ഉയർച്ചയുണ്ട്. നമ്മുടെ സംവിധാനങ്ങൾ മുഴുവൻ മാറി, നമ്മുടെ മുഴുവൻ ജീവിത ശൈലികൾ മാറി, നമ്മുടെ ഭരണകൂടങ്ങൾ ജനങ്ങൾക്കൊപ്പം നിന്നു, സംഘടനകൾ നമുക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും എത്തിച്ചു തന്നുകൊണ്ട് ഒരുപാട് പേർ അതിനുവേണ്ടി വീട്ടിൽ അടച്ച് ഒതുങ്ങിയിരുന്ന് ഇതിൽ നിന്ന് ബാക്കിയുള്ളവരെ പോലെ രക്ഷപ്പെടാമെന്നായിരുന്നിട്ടും ആളുകൾക്ക് വേണ്ടി പുറത്തിറങ്ങിയ, അവർക്ക് വേണ്ടുന്ന സർവീസ് മേഖലയിൽ ജോലി ചെയ്ത് മരണം വരിച്ച ഒരുപാട് പേർ നമ്മുടെ മുന്നിലുണ്ട്. അത് കോവിഡ് ആയാലും നിപ്പ ആയാലും ഈ സംഭവങ്ങളിലൊക്കെ നമുക്ക് മുന്നിലുണ്ട്. അതുകൊണ്ട് HMPV എന്നല്ല, ഇനി എന്ത് വന്നാലും ഇന്ത്യ അതിനെ നേരിടാൻ സജ്ജമാണ്, ഇന്ത്യക്കാർ അതിനെ നേരിടാൻ സജ്ജമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു, പ്രത്യേകിച്ച് നമ്മൾക്ക് സംസാരിക്കുന്ന കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത് രാഷ്ട്രീയവും കാര്യങ്ങളും മറന്ന ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ കാര്യങ്ങളെ നേരിടുക തന്നെയും. പക്ഷേ ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ചൈന ഇതിന്റെ വിവരങ്ങൾ പുറത്തുവിടുന്നില്ല എന്ന് പറയുന്നത് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ്. അതിനുമപ്പുറത്തേക്ക് രാഹുൽ വേറൊരു ചർച്ചയിൽ പറഞ്ഞതുപോലെ ആവശ്യമില്ലാത്ത സാധനങ്ങളെയൊക്കെ വലിച്ചുവാരി തിന്ന് ഈ ആവശ്യമില്ല മനുഷ്യന്റെ ശരീരത്തിന് വേണ്ടാത്ത ആളുകൾ പറയുന്ന കാര്യമാണ് ഈ പട്ടി, പൂച്ച, എരുമ, ആട്, പശു ഇല്ലാത്ത ജീവികളെ മൊത്തം അടിച്ചു കൊന്ന് തിന്നിട്ട് ഇതിനകത്ത് നിന്ന് വരുന്ന ബാധകളെല്ലാം കൂടെ ബാക്കിയുള്ളവർക്ക് കൊടുക്കാം. ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈന ടെക്നോളജി പരമായിട്ട് ആ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നൊരു ജീവിതശൈലിയാണ് ഇപ്പോൾ പിന്തുടരുന്നത്. അവിടെ ചെറിയ പൈസയ്ക്കുള്ള വലിയ ടെക്നോളജികൾ അവരവിടെ ഉണ്ടാക്കുന്നുണ്ട്. അവർക്ക് വേണ്ടുന്ന, ലോകത്തിന് വേണ്ടുന്നതും വേണ്ടാത്തതുമായ മുഴുവൻ സാധനങ്ങളും പടച്ചുവിടാൻ ചൈനയ്ക്ക് സാധിക്കുന്നുണ്ട്. അത്തരത്തിൽ പടച്ചുവിടുന്ന കൂട്ടത്തിൽ ഇതുണ്ട്. എല്ലാ വശങ്ങൾക്കും ഒരു നെഗറ്റീവും പോസിറ്റീവും വശങ്ങളും. കോവിഡ് ചാടി പോയത് വുഹാനിലെ ലാബിനകത്താണെന്ന് നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു കോൺസ്പിറൻസിയാണ്. അത് ചൈന തള്ളിക്കളഞ്ഞിട്ടുമില്ല. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, സ്വാഭാവികമായിട്ട് ഇവര് ലോകത്ത് അവൈലബിൾ ആയ മുഴുവൻ വൈറസുകളെയും അവരുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി അവിടെ അവർക്ക് പഠനത്തിന് വേണ്ടി സൂക്ഷിക്കുന്നു എന്ന് പറയുമ്പോഴും ഇത് ഇവർക്ക് തന്നെ
പണിയാവുകയാണ്. ഇത് ബാധിക്കപ്പെടുമ്പോൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഇത് ആദ്യം തൊട്ട് ബാധിച്ചു തുടങ്ങുന്ന ഇവർക്കാണ്. പേരുദോഷം ഉണ്ടാകുന്നതിന് അപ്പുറത്തേക്ക് ഇത് അവരുടെ സാമ്പത്തിക സ്ഥിതിയെ പോലും പിടിച്ചുലയ്ക്കാൻ പറ്റുന്ന വൈറസ്. ചൈന അത്രത്തോളം കോവിഡ് ബാധിച്ചിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത്രയും വലിയൊരു രാജ്യം, ഇത്രയും പോപ്പുലേറ്റഡ് രാജ്യം, എന്നിട്ടും കോവിഡിനെ അതിജീവിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ചു ആ രാജ്യത്തിന്റെ നോക്കൂ. ഇന്ത്യയും കോവിഡിനെ അതിജീവിച്ചു, എല്ലാ രാജ്യങ്ങളും കോവിഡിനെ അതിജീവിച്ചു. ഇവര് ഡേറ്റ പുറത്തു വിടാത്തതുകൊണ്ടല്ലേ? അതെ, എത്രത്തോളം ആളുകൾ മരിച്ചിട്ടുണ്ടോ എന്ന ഡാറ്റ, കൃത്യമായിട്ടുള്ള ഡാറ്റ ചൈന ഒരിക്കലും അതാ ഞാൻ പറയാം, അവരത് പുറത്തുവിട്ടില്ല. അവർക്ക് വലിയ രീതിയിൽ ബാധിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ HMPV വൈറസിന്റെ കാര്യത്തിലും ചൈന ബാക്കിയുള്ള രാജ്യങ്ങളുമായിട്ട് കൃത്യമായിട്ട് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ നടത്താൻ തയ്യാറാകില്ല. കാരണം അത്രത്തോളം ചൈന എല്ലാ കാര്യങ്ങളും രഹസ്യമായി ഒളിപ്പിച്ചു വെക്കുന്നതാണ്. നമുക്കറിയാം, എക്കണോമി പരമായിട്ടാണെങ്കിലും ചൈനയ്ക്ക് എപ്പോഴും ഒരു മത്സര ബുദ്ധിയാണ് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന്. എപ്പോഴും ഒന്നാം സ്ഥാനത്ത് വരണം. അത് ഏത് കാര്യത്തിലാണെങ്കിലും. ഇപ്പം തന്നെ പോപ്പുലേഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടി തന്നെ ചൈനയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പം ചൈന എല്ലാ കാര്യവും മുൻകൂട്ടി നിശ്ചയിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇതൊരു ബയോ വാറിന് വേണ്ടിയിട്ടുള്ളൊരു കാര്യമാണ്. ബയോവാറിന് വേണ്ടിയുള്ള മുൻകരുതലുകൾ എടുത്തു വെക്കുന്ന കൂട്ടത്തിൽ അബദ്ധം സംഭവിക്കുന്നതാണ് കോവിഡും ഇപ്പോൾ ഈ പറയപ്പെടുന്ന HMPV പോലെയുള്ള വൈറസ് അറ്റാക്കുകൾ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ആദ്യമേ പറഞ്ഞത്, ചില കാര്യങ്ങൾക്ക് വേണ്ടി വെക്കുമ്പോൾ അബദ്ധം പറ്റി അത് അവർക്ക് തന്നെ വിനയാകുന്ന ഒരു സാഹചര്യമുണ്ട്. അതാണ് ഇപ്പോൾ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തള്ളിക്കളയത്തുമില്ല. അതെ, പക്ഷേ ജനങ്ങളോടാണ് പറയാനുള്ളത്, ഇത് ആളുകൾ ഭീതി വരുത്തുന്ന രീതിയിൽ ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട്. ഇത് നാളെ നമുക്കും ബാധിക്കപ്പെട്ടേക്കാം. ഈ ബാംഗ്ലൂരിൽ 8 മാസം പ്രായമുള്ള വീട്ടിലിരുന്ന കുഞ്ഞിനിത് സ്ഥിരീകരിച്ചെങ്കിൽ നാളെ ഇത് എവിടെ വേണമെങ്കിലും നമ്മളൊക്കെ ചുറ്റുമുള്ളവർ സ്വാഭാവികമായിട്ട് നമ്മളൊക്കെ എറണാകുളത്ത് താമസിക്കുന്നവരാണ്. നമ്മൾ മെട്രോ ഉപയോഗിക്കുന്നു, ബസ് ഉപയോഗിക്കുന്നു, കാർ ഉപയോഗിക്കുന്നു, പബ്ലിക്കുമായിട്ട് കാണുന്നു. എപ്പോൾ വേണമെങ്കിലും ഇത് ഉപയോഗിക്കാം. മുൻകരുതലുകൾ എടുക്കുക. ഒരു വൈറസ് അറ്റാക്ക് ഉണ്ടാവാതിരിക്കാനുള്ള മുൻകരുതലുകൾ എന്തൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാം. സാനിറ്റൈസറുകൾ ഉപയോഗിക്കുക, മാസ്കുകൾ ഉപയോഗിക്കുക. ഇപ്പോഴേ മുൻകരുതലുകൾ എടുത്ത് കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയാൽ ഇതൊരു വലിയ ഒരു എന്താ പറയാ, വലിയൊരു ആഘാതത്തിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ സാധിക്കും. എന്തായാലും ഇന്ത്യ ഗവൺമെന്റിന്റെ ഔദ്യോഗികമായ വാർത്താക്കുറിപ്പുകളും കാര്യങ്ങളും ഒക്കെ, ആരോഗ്യ മന്ത്രാലയത്തിന്റെ വാർത്താക്കുറിപ്പുകളും കാര്യങ്ങളും ഒക്കെ പിന്നാലെ വരും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. എന്തായാലും നമുക്ക് എന്ത് സംഭവിക്കില്ല, ഭയം വേണ്ട, ജാഗ്രത മതി. അത് പറയാതിരിക്കാൻ സാധിക്കില്ല.